പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. ഖത്തറിൽ ഇന്ത്യയുടെ നയതന്ത്ര വിജയം. ചാരവൃത്തി ആരോപിച്ച് ഖത്തറിൽ തടവിലാക്കപ്പെട്ട ഇന്ത്യൻ മുൻ നാവികസേനാ ഉദ്യോഗസ്ഥർക്ക് ആശ്വാസം. മലയാളിയടക്കം 8 പേരുടെ വധശിക്ഷ അപ്പീൽ കോടതി റദ്ദാക്കി. ഇവർക്കുള്ള നയതന്ത്ര പിന്തുണയും നിയമസഹായങ്ങളും തുടർന്നും ഉറപ്പാക്കുമെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ 24നോട് പറഞ്ഞു. ചാരവൃത്തി കേസിൽ തിരുവനന്തപുരം സ്വദേശി രാകേഷ് ഗോപകുമാർ അടക്കം 8 ഇന്ത്യക്കാരുടെ വധശിക്ഷ തടവു ശിക്ഷയായാണ് ഖത്തറിലെ അപ്പീൽ കോടതി ഇളവ് ചെയ്തത്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഖത്തറിലെ ഇന്ത്യൻ അംബാസഡറും നയതന്ത്ര ഉദ്യോഗസ്ഥരും തടവിലുള്ള ഇന്ത്യക്കാരുടെ കുടുംബാംഗങ്ങളും കോടതിയിൽ ഉണ്ടായിരുന്നതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യക്കാരുടെ മോചനത്തിനായി തുടർന്നും നിയമസഹായങ്ങൾ ലഭ്യമാക്കുമെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതുപോലെ തന്നെ തുടർന്നും ഈ ആളുകളുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം വിദേശകാര്യ വകുപ്പും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരും തുടരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഖത്തറിലെ അൽ ദഹ്റ ഗ്ലോബൽ ടെക്നോളജീസ് ആൻഡ് കൺസൾട്ടിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു 8 പേരും. ഖത്തറിന്റെ മുങ്ങിക്കപ്പൽ നിർമ്മാണ രഹസ്യങ്ങൾ ഇസ്രയേലിന് ചോർത്തി നൽകിയെന്നാരോപിച്ചാണ് 2022 ഓഗസ്റ്റിൽ ഇവരെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഒക്ടോബർ 26-ന് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു. ഇക്കാര്യം ഖത്തർ ഔദ്യോഗികമായി അറിയിച്ചതിനു പിന്നാലെ ഇന്ത്യ നയതന്ത്ര രാഷ്ട്രീയ തലങ്ങളിൽ പലതവണ ഇടപെടൽ നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറുമായി ആശയവിനിമയം നടത്തി. ഇന്ത്യയുടെ നയതന്ത്ര വിജയം കൂടിയാണ് ശിക്ഷാ ഇളവ്. 24 ഡൽഹി. അയോധ്യയിലെത്തുമോ കോൺഗ്രസ്? അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം. ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന് KPCC ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടെന്ന് കെ മുരളീധരൻ MP. ചടങ്ങിൽ പങ്കെടുക്കണമെന്ന നിലപാടാണ് ഉത്തരേന്ത്യയിലെ PCC നേതൃത്വങ്ങൾക്ക്. ചടങ്ങിൽ പങ്കെടുക്കണമെന്ന നിലപാട് UP കോൺഗ്രസ് നേതൃത്വം ഹൈക്കമാൻഡിനെ അറിയിച്ചു. ജനുവരി 22-ലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ക്ഷണം കിട്ടിയ കോൺഗ്രസ് നേതാക്കൾ വെട്ടിലായി. മുസ്ലിം ലീഗിന്റെ എതിർപ്പ് അവഗണിക്കാനാവില്ലെന്ന് തിരിച്ചറിഞ്ഞ KPCC നേതൃത്വം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടെന്ന വാർത്ത കെ മുരളീധരൻ MP സ്ഥിരീകരിച്ചു. ഇപ്പോൾ കോൺഗ്രസിന് പാർട്ടിക്കുള്ളിലും ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുമായിട്ട് കൂടിയാലോചിച്ച് ഉചിതമായൊരു തീരുമാനം പാർട്ടിയുടെ ദേശീയ നേതൃത്വം സ്വീകരിക്കും. അതിൽ കേരളത്തിലെ പാർട്ടിയുടെ വികാരം ഞങ്ങൾ ശ്രീ KC വേണുഗോപാലിനെ അറിയിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും അതിൽ പങ്കെടുക്കരുതെന്നാണ് കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം. വ്യക്തമായ പ്രതികരണം ഡോക്ടർ ശശി തരൂർ MP ഇന്നും നൽകിയില്ല. അഭിപ്രായത്തിൽ വ്യക്തികളെയാണ് ക്ഷണിച്ചിരിക്കുന്നത്, വ്യക്തികളാണ് തീരുമാനിക്കേണ്ടത്. ഇതിനെ ഒരു ക്ഷേത്രത്തിൽ പോകുന്നത് ഒരു വ്യക്തിയുടെ താല്പര്യം അനുസരിച്ച് ചെയ്യണം നല്ലത്. എന്തായാലും പാർട്ടി പ്രഖ്യാപിക്കും. അവരെ ഒരു പാർട്ടിയായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ടോ അതോ അവർ ഈ 3-4 നേതാക്കളെ വിളിച്ചവർ അവർക്കാണ് ഒരു വ്യക്തിപരമായിട്ട് വിട്ടുകൊടുത്തിരിക്കുന്നത്. അതും കൂടി ഡൽഹിയിൽ നിന്നൊരു പ്രഖ്യാപനം വരട്ടെ. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം യാഥാർത്ഥ്യമായ ക്ഷേത്രത്തിൽ പോകുന്നതിൽ അനൌചിത്യമില്ലെന്ന് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാവ് ഡോക്ടർ പ്രമോദ് പാണ്ഡെ 24നോട് പറഞ്ഞു. मंदिर निर्माण में कभी भी कांग्रेस की विरोध की कोई भूमिका नहीं रही, कोई वर्जन, कोई ऐसा स्टेटमेंट नहीं आया है. तो वहां जाने और न जाने से कोई परहेज की बात नहीं है. ഭിന്നത ഇന്ത്യ സഖ്യത്തിലും പ്രകടമാണ്. മമതാ ബാനർജിയും മായാവതിയും ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും ചടങ്ങിനില്ല. ക്ഷണിച്ചാൽ പങ്കെടുക്കുമെന്നാണ് ശരത് പവാറിന്റെയും സമാജ്വാദി നേതാവ് ഡിംപിൾ യാദവിന്റെയും നിലപാട്. ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷവും അയോധ്യയ്ക്കില്ല. BJP പരിപാടിയിൽ എന്തിനു പോകണമെന്നാണ് ഉദ്ധവ് താക്കറെയുടെ നിലപാട്. ഉദ്ധവിനെ ക്ഷണിക്കരുതെന്ന് മഹാരാഷ്ട്രയിലെ BJP നേതാക്കൾ ആവശ്യപ്പെട്ടു. പൊളിറ്റിക്കൽ ഡെസ്ക് 24. അയോധ്യ രാമക്ഷേത്ര വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാൻ കോൺഗ്രസിന് മേൽ രാഷ്ട്രീയ സമ്മർദ്ദമേറുകയാണ്. ഒരു വശത്ത് പാർട്ടിയിലെ നേതാക്കൾക്കിടയിൽ തന്നെയുള്ള അഭിപ്രായ ഭിന്നത പരസ്യമായി, മറുവശത്ത് കോൺഗ്രസിന്റെ നിലപാട് ചോദ്യം ചെയ്ത് എതിരാളികളും രംഗത്തെത്തി. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനോട് സമ്മിശ്ര പ്രതികരണമാണ് കോൺഗ്രസ് നേതാക്കൾക്ക്. നേതൃത്വം വ്യക്തത വരുത്താത്തതോടെയാണ് അഭിപ്രായ ഭിന്നത പരസ്യമായത്. ബാബറി മസ്ജിദ് തകർത്ത് നിർമ്മിച്ച രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ കോൺഗ്രസ് പങ്കെടുക്കരുതെന്ന് KPCC മുൻ അധ്യക്ഷൻ VM സുധീരൻ. തീവ്ര ഹിന്ദുത്വ വർഗീയ വികാരങ്ങൾ ആളിക്കത്തിക്കാനുള്ള ഒരു ഉപാധിയായി BJP ഈ രാമക്ഷേത്ര നിർമ്മാണത്തെയും അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിനെയും മാറ്റുമ്പോൾ ഒരു കാരണവശാലും അതിൽ പങ്കെടുക്കരുത്, കയ്യോടെ തള്ളണം.
വിഷയത്തോട് വൈകാരികമായി പ്രതികരിച്ചാൽ നേട്ടം സംഘപരിവാറിനായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന് നൽകാനുള്ളത്. അതേസമയം രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ ആശയക്കുഴപ്പത്തിന് കാരണം മുസ്ലിം ലീഗാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പ്രതികരിച്ചു. അങ്ങനെ പങ്കെടുക്കുന്നതിൽ ഭയപ്പെടുന്നതിന്റെ കാരണം മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിനെ ഭയന്നിട്ടാണ് കേരളത്തിൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെങ്കിൽ കോൺഗ്രസ് പേര് മാറ്റിയിട്ട് മുസ്ലിം ലീഗിൽ ലയിച്ചാൽ മതി. ചടങ്ങിലേക്ക് ക്ഷണം സ്വീകരിച്ച കോൺഗ്രസ് നിലപാടിൽ അത്ഭുതമില്ലെന്ന് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. ബാബറി മസ്ജിദ് പൊളിച്ചു കൊടുക്കുന്നതിന് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തവരാണ് കോൺഗ്രസ് എന്ന വിമർശനം. ഒരു തരത്തിലും അത്ഭുതത്തിന് അവകാശമില്ല. 92 ഡിസംബർ 6 ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് പൊളിച്ചു തീരുന്നത് വരെ അസാധാരണമായ സംയമനം പാലിച്ച നരസിംഹറാവുവിന്റെ പാർട്ടിയുടെ അധ്യക്ഷയ്ക്ക് അവരെല്ലാവരും കൂടി പൊളിച്ച് പാകപ്പെടുത്തി കൊടുത്ത സ്ഥലത്ത് ഇപ്പോൾ മോദി ഗവൺമെന്റിന്റെ കാർമ്മികത്വത്തിൽ ഈ ക്ഷേത്രം നിർമ്മിക്കുകയും പ്രതിഷ്ഠ നടത്തുകയും ചെയ്യുമ്പോൾ പങ്കെടുക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ. കോൺഗ്രസിന് അതിന്റേതായ നിലപാടുകളുണ്ടെന്ന് മാത്രമാണ് വിമർശനങ്ങളോട് നേതൃത്വത്തിന്റെ മറുപടി. ന്യൂസ് ഡെസ്ക് 24. പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധി. നാഗ്പൂർ റാലിയിൽ കേന്ദ്ര സർക്കാരിനെയും ബി.ജെ.പിയെയും കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധി. കഴിഞ്ഞ 40 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കിലാണ് രാജ്യമെന്ന് രാഹുൽ വിമർശിച്ചു. കോൺഗ്രസിന്റെ 139ാം സ്ഥാപക ദിനം രാജ്യമെമ്പാടുമുള്ള പ്രവർത്തകർ ആഘോഷിച്ചു. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നതായിരുന്നു നാഗ്പൂരിൽ കോൺഗ്രസിന്റെ മഹാറാലി. ആത്മവിശ്വാസം ഉയർത്തുന്ന ജനപങ്കാളിത്തം. രാജ്യത്ത് പാർട്ടികൾ തമ്മിലല്ല പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലാണ് പോരാട്ടം നടക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. സുപ്രീം കോടതിയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും നിയന്ത്രിക്കാൻ ബി.ജെ.പി ശ്രമിക്കുന്നു. ബി.ജെ.പിയിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസിൽ ഏതൊരാൾക്കും നേതൃത്വത്തെ ചോദ്യം ചെയ്യാനും വിയോജിക്കാനും കഴിയുമെന്ന് രാഹുൽ ഗാന്ധി. बीजेपी की सरकार ने गरीबी में फिर से धकेल दिया है. जो काम हमने भोजन के अधिकार से मनरेगा की मदद से किया वो सब खत्म कर दिया इन लोगों ने. വെറുപ്പിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കട തുറക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പോരാട്ടം ആരംഭിച്ചെന്നും രാഹുൽ ഗാന്ധി. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് സോണിയാഗാന്ധി മഹാറാലിയിൽ പങ്കെടുത്തില്ല. സ്ഥാപക ദിനത്തിൽ രാവിലെ AICC ആസ്ഥാനത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പതാക ഉയർത്തി. വിവിധ PCCകളും വിപുലമായി സ്ഥാപക ദിനം ആഘോഷിച്ചു. KPCC ആസ്ഥാനത്ത് കേക്ക് മുറിച്ചും കോൺഗ്രസ് പതാക ഉയർത്തിയുമായിരുന്നു ആഘോഷം. 24 ഡൽഹി. വിനീത വിജിക്കെതിരായ കേസിൽ LDF-ലും അതൃപ്തി. നവകേരള യാത്രക്കിടയിലെ ഷൂവേർ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ കള്ളക്കേസെടുത്തതിൽ LDF-ലും എതിർപ്പ്. പോലീസിനെ സർക്കാർ തിരുത്തണമെന്ന് RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ്കുമാർ ആവശ്യപ്പെട്ടു. പോലീസ് CDR ചോർത്തി എന്ന ആരോപണത്തിലും വിമർശനം ശക്തമാണ്. മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന പോലീസ് നടപടിക്കെതിരെ LDF-ലും അഭിപ്രായ ഭിന്നതയെന്ന് വ്യക്തമാക്കുന്നതാണ് RJD നേതൃത്വത്തിന്റെ നിലപാട്. പോലീസിനെ സർക്കാർ തിരുത്തണമെന്നായിരുന്നു RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ്കുമാറിന്റെ പ്രതികരണം. അത് ശരിയായ നടപടിയല്ല. കാരണം പോലീസിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു നടപടി വരാൻ പാടില്ലായിരുന്നു. കാരണം സ്വാഭാവികമായിട്ട് മാധ്യമപ്രവർത്തകർക്ക് ഫോൺ കോളുകൾ വരും. ഏതായാലും അത് പോലീസിന്റെ ഭാഗത്ത് പറ്റിയ വീഴ്ച തന്നെയാണ്. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ പിന്നെ മാധ്യമ സ്വാതന്ത്ര്യം എവിടെയുള്ളത്? അത് ഗവൺമെന്റിന്റെ നിലപാടല്ല. എനിക്ക് തോന്നുന്നു മറിച്ച് പോലീസിന്റെ ചില ആൾക്കാരുടെ, ഏത് ലെവലിൽപ്പെട്ട ആൾക്കാരെന്ന് എനിക്കറിയില്ല, അവർ നടത്തിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. മാധ്യമപ്രവർത്തകയുടെ ഫോൺ രേഖകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ചോർത്തിയതിനെ വിമർശിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം രംഗത്തെത്തി. അവർക്കെതിരെ പോലീസ് ഒഫീഷ്യലായി രഹസ്യമായി കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ പോലും ഭരണകക്ഷി മുഖേന ചോർന്ന് പുറത്തു പോവുകയാണ്, ചോർത്തുകയാണ് ഈ ഭരണകക്ഷി. എന്നിട്ടത് സാമൂഹ്യ മാധ്യമങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ ദുരുപയോഗം ചെയ്യുന്നു. എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കാനുള്ള സർക്കാരിന്റെ ഹിഡൻ അജണ്ടയ്ക്ക് പോലീസ് കൂട്ടുനിൽക്കുകയാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് MK മുനീർ. അല്ല, ഇത് എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കുക എന്നുള്ളതും അതിന് കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതുമാണ്. മാധ്യമങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി വസ്തുനിഷ്ഠമായ റിപ്പോർട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിലുള്ള ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവരെ പ്രതി ചേർക്കുക എന്ന് പറയുന്നത് ഈ ഗവൺമെന്റിന്റെ ഒരു ഹിഡൻ അജണ്ടയാണ്. പിണറായി വിജയൻ
ഹിറ്റ്ലറുടെ മറ്റൊരു രൂപമായി മാറിയെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ 24-നോട് പറഞ്ഞു. പിണറായി വിജയൻ പരിപൂർണമായും ഒരു ഫാസിസ്റ്റായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കേരളത്തിലെ പെൺകുട്ടികളായിട്ടുള്ള മാധ്യമപ്രവർത്തകരെ പോലും സ്വതന്ത്രമായി അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറുടെ മറ്റൊരു രൂപമായിട്ട് പിണറായി മാറി എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമായിട്ട് മാത്രമേ എനിക്ക് കാണാൻ കഴിയൂ. മാധ്യമപ്രവർത്തകരെ സ്വതന്ത്രമായി ജോലി ചെയ്യാൻ അനുവദിക്കണമെന്നും ഇഷ്ടമല്ലാത്ത വാർത്തകളെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ കാണണമെന്നും താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു വ്യക്തമാക്കി. വളരെ കഷ്ടമാണ്. കാരണം അവരെ ജോലി ചെയ്യുന്നത് അവരൊക്കെ അങ്ങോട്ട് വിട്ടാൽ പോരെ. അതിനെ നമ്മളൊരു പാർട്ടിയുടെ കളറ് കൊടുത്തോ ഇതിന് കാര്യം. ഇപ്പം നമ്മളൊക്കെ ഇതിൻ്റെ പത്രം ആവശ്യം വരുമ്പോൾ എതിർക്കുന്നതാണ്. അതിന് നമ്മളൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടു കൂടി കാണുകയാണ് പതിവ്. 24 കൊച്ചി. 24 പ്രതിനിധി വിനീത വിജിക്കെതിരായ സൈബർ ആക്രമണവും വ്യക്തിഹത്യയും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂട്ടുനിൽക്കില്ല എന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. അല്ല, മാധ്യമ സ്വാതന്ത്ര്യത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാനിക്കും. സൈബർ ആക്രമണങ്ങളുടെ ശൈലി ഒരു ആരോഗ്യകരമായ ശൈലിയല്ല. ഇടതുപക്ഷത്തിൻ്റെ നിലപാട് അത്ര എല്ലാ നീക്കങ്ങളും തെറ്റാണെന്നാണ്. എനിക്ക് നല്ല ഉറപ്പാണ്, നിങ്ങൾ കുറ്റമാരോപിക്കാൻ ശ്രമിക്കും പോലെ ബന്ധപ്പെട്ട ഒരു ഇടതുപക്ഷ പാർട്ടിയും അത് ചെയ്യില്ല. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കേസിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വാദങ്ങൾ തള്ളി പോലീസിന്റെ കുറ്റപത്രം. കുന്നമംഗലം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് 750 പേജുള്ള കുറ്റപത്രം പോലീസ് സമർപ്പിച്ചത്. 2017 MRI സ്കാൻ റിപ്പോർട്ട് അന്വേഷണത്തിൽ നിർണായകമായെന്ന് മെഡിക്കൽ കോളേജ് ACP K സുദർശൻ പറഞ്ഞു. വാർത്ത പുറത്തുകൊണ്ടുവന്ന 24-ന് പരാതിക്കാരി ഹർഷന നന്ദി അറിയിച്ചു. 2017 നവംബർ 30-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 3ാം പ്രസവ ശസ്ത്രക്രിയക്കിടയിലാണ് ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത്. 5 വർഷം കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെയാണ് ഈ കത്രിക പുറത്തെടുത്തത്. മെഡിക്കൽ കോളേജ് അധികൃതരും ആരോഗ്യവകുപ്പും നടത്തിയ അന്വേഷണത്തിൽ കത്രിക മെഡിക്കൽ കോളേജിലേത് അല്ല എന്നായിരുന്നു കണ്ടെത്തൽ. മാർച്ച് 1-ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. 10 മാസത്തിന് ശേഷമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 60 സാക്ഷികളാണുള്ളത്. ഏകദേശം 40ഓളം രേഖകൾ നമ്മൾ ബന്ധപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 750 പേജുള്ള ഒരു കുറ്റപത്രമാണ് തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത്. ഈ മെഡിക്കൽ ബോർഡ് നമ്മൾ റിപ്പോർട്ട് കൊടുത്തപ്പോഴും അതിനകത്ത് അവർ പറഞ്ഞത് ഈ നെഗ്ലിജൻസ്, ഡോക്ടർമാരുടെ ഭാഗത്ത് നെഗ്ലിജൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് എവിടെ നിന്നാണ് കണ്ടെത്താൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഫൈൻഡിങ്സിലാണ് നമുക്ക് ഈ MRI തെളിവ് വെച്ചാണ്, ശാസ്ത്രീയ പരിശോധന അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇത് ഇവിടെ നമ്മൾ കണ്ടെത്താൻ പറ്റുക. കത്രിക കോഴിക്കോട് മെഡിക്കൽ കോളേജിലേത് തന്നെയെന്നതിനെ ശാസ്ത്രീയ തെളിവുകൾ കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ CK രമേശൻ, ഡോക്ടർ M ഷഹന, സ്റ്റാഫ് നഴ്സുമാരായ മഞ്ജു, രഹന എന്നിവരാണ് പ്രതികൾ. 2 വർഷം തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. നീതിക്കു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒപ്പം നിന്ന 24-ന് ഹർഷിന നന്ദി പറഞ്ഞു. 24 ആണ് ഫസ്റ്റിൽ തന്നെ. അപ്പോൾ അത് അത്രയും സീരിയസ് ആയിട്ടാണ് അവർ റിപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് ബാക്കിയുള്ളവരും കൂടെ ഏറ്റെടുത്തത്. അപ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. അപ്പം ഈ മീഡിയ സപ്പോർട്ട് ചെറുതല്ല, അത്രയും നമ്മളെ ഈ ഒരു ഘട്ടത്തിൽ വരെ എത്തി നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് മീഡിയ ആണ്. നമ്മൾ 24 ചാനലിനോട് വളരെയധികം നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. നഷ്ടപരിഹാരം ലഭിക്കുന്നതുവരെ നിയമപോരാട്ടം തുടരാനാണ് ഹർഷിനയുടെയും സമരസമിതിയുടെയും തീരുമാനം. 24 കോഴിക്കോട്. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനവും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ച ചെയ്യാൻ BJP സംസ്ഥാന ഭാരവാഹി യോഗം തൃശൂരിൽ ചേർന്നു. BJP വിജയസാധ്യത കൽപ്പിക്കുന്ന തിരുവനന്തപുരം, തൃശൂർ മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. വിമർശനങ്ങൾക്കിടെ സംസ്ഥാന IT സെൽ ഭാരവാഹികളുടെ യോഗവും ചേർന്നു. ജനുവരി 3-നാണ് പ്രധാനമന്ത്രിയുടെ തൃശൂരിലെ പരിപാടി. മഹിളാ സംഗമം എന്ന് പേരിട്ട പരിപാടി BJP തെരഞ്ഞെടുപ്പ് പ്രചാരണം ലക്ഷ്യമിട്ടാണ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ് തൃശൂർ. 2019 ലോക്സഭയിലേക്കും 2021 നിയമസഭയിലേക്കും മത്സരിച്ച് പരാജയപ്പെട്ടിട്ടും സുരേഷ് ഗോപി തൃശൂരിൽ സജീവമാണ്. ശക്തമായ ത്രികോണ മത്സരത്തിലൂടെ ഇത്തവണ വിജയിക്കുമെന്നാണ് BJP വിലയിരുത്തൽ. ഓരോ മണ്ഡലങ്ങളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തേണ്ട പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യും. ക്രൈസ്തവ സഭാ നേതാക്കളുമായുള്ള പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ചയും മാർപ്പാപ്പയെ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും കൊണ്ടുവരുമെന്ന പ്രഖ്യാപനമുണ്ടാക്കിയ മാറ്റങ്ങളും നവകേരള സദസ്സിലെ പ്രതിഷേധങ്ങളിലൂടെ പ്രതിപക്ഷത്തിന് കിട്ടിയ മേൽക്കൈ തുടങ്ങി സംസ്ഥാന ദേശീയ സാഹചര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. IT സെൽ യോഗത്തിൽ പ്രചാരണ രംഗത്തെ സജീവമില്ലായ്മ ചർച്ചയാകും. സാമൂഹ്യ മാധ്യമങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ഏറെ പിന്നിലാണ് കേരളമെന്ന് നേരത്തെ ദേശീയ നേതൃത്വം കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് IT സെൽ പുനഃസംഘടിപ്പിച്ചു. അതിനുശേഷം ചേരുന്ന ആദ്യ യോഗം കൂടിയാണ് ഇന്നത്തേത്. 24 തൃശൂർ.
പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനത്തോടനുബന്ധിച്ച് മിനി പൂരം ഒരുക്കാൻ പാറമേക്കാവ് ദേവസ്വം. പൂരം പ്രദർശനത്തിന്റെ തറവാടകയുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡുമായി തർക്കം തുടരുമ്പോഴാണ് പാറമേക്കാവിന്റെ അപ്രതീക്ഷിത നീക്കം. 15 ആനകളെ അണിനിരത്തിയുള്ള പൂരത്തിൽ കുടമാറ്റവും ചെമ്പടമേളവും ഉണ്ടാകും. പൂരം പ്രതിസന്ധി പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 2-ന് പകൽപൂരവും നടക്കും. പൂരം പ്രദർശനത്തിന്റെ തറവാടക സംബന്ധിച്ച തർക്കത്തിനിടെയാണ് സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി പാറമേക്കാവ് ദേവസ്വത്തിന്റെ നീക്കം. ജനുവരി 3-ന് തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ മിനി പൂരമൊരുക്കും. റോഡ് ഷോയ്ക്കിടെ പ്രധാനമന്ത്രി പൂരത്തിന് മുൻപിലെത്തുന്ന വിധമാണ് പരിപാടി. തെക്കോട്ടിറക്കവും കുടമാറ്റവും. തെക്കേ ഗോപുരനടയ്ക്കു പകരം പാറമേക്കാവിന് മുൻവശമാകും വേദി. 15 ആനകളെ അണിനിരത്തും. 200-ലേറെ കലാകാരന്മാർ പങ്കെടുക്കുന്ന ചെമ്പടമേളവും ഉണ്ടാകും. പൂരത്തിന്റെ അനുമതിക്കായി ശ്രമം തുടങ്ങി. പൂരപ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിന് മുൻപിൽ പ്രതീകാത്മക പകൽപൂരം നടത്തും. പൂരം എന്ന നിലയിലും സാംസ്കാരിക ഉത്സവം എന്ന നിലയിലും ഇന്ത്യയുടെ തന്നെ ടൂറിസം മേഖലയ്ക്ക് വലിയ കോൺട്രിബ്യൂഷൻ നൽകുന്ന ഒരു ഫെസ്റ്റിവൽ എന്ന നിലയിൽ പൂരത്തിന് വേണ്ടി നടത്തുന്ന പൂരം എക്സിബിഷന് പൂർണ്ണമായും സൗജന്യം നിരക്ക് കൊടുക്കണമെന്ന് കോൺഗ്രസ് ആവർത്തിക്കുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ 2ാം ഘട്ട സമരമാണ് ഈ കൊച്ചിൻ ദേവസ്വം ഓഫീസിന് മുമ്പിലുള്ള 2-ാം തീയതിയിലെ പ്രതിഷേധ പകൽപൂരം. തറവാടക സംബന്ധിച്ച ഹർജി അടുത്ത മാസം 4-ന് ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ പരിഹാരമാർഗം നിർദ്ദേശിക്കാമെന്ന നിലപാടിലാണ് സർക്കാർ. 24 തൃശൂർ. അന്തരിച്ച പ്രശസ്ത നാടക കലാകാരനും സംവിധായകനുമായ പ്രശാന്ത് നാരായണന്റെ പോസ്റ്റ്മോർട്ടം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തുടങ്ങി. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അവശനിലയിലായിരുന്നു. ഇതിനെ തുടർന്ന് ഇന്ന് രാവിലെയാണ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മോഹൻലാലും മുകേഷും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഛായാമുഖി എന്ന നാടകം ഏറെ പ്രശംസ പിടിച്ചുപറ്റി. MG കഥകളിലെ കഥാപാത്രങ്ങളെ കോർത്തിണക്കി സംവിധാനം ചെയ്ത മഹാസാഗരവും ശ്രദ്ധേയമാണ്. സംഗീത നാടക അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഫ്രണ്ട് ന്യൂസിലേക്ക് തിരികെ ചില വാർത്തകൾ ചുരുക്കത്തിൽ. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായിരുന്ന AP ജയനെ തരം താഴ്ത്തിയതിൽ CPIയിൽ തർക്കം രൂക്ഷം. നടപടി പുനഃപരിശോധിക്കണമെന്ന് സംസ്ഥാന കൗൺസിലിലെ ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം അംഗങ്ങളും. കമ്മീഷൻ കണ്ടെത്തലുകൾ തള്ളുന്ന രേഖകൾ ഹാജരാക്കിയ AP ജയൻ നടപടിയിൽ മാറ്റമില്ലെന്ന് നേതൃത്വം. സംസ്ഥാന സെക്രട്ടറിയായി ബിനു വിശ്വത്തെ തെരഞ്ഞെടുത്ത നടപടിക്ക് കൗൺസിലിന്റെ അംഗീകാരം. കേരള സർവകലാശാലയിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്ത ABVP നേതാവ് റിമാൻഡിൽ. അറസ്റ്റിലായത് പന്തളം NSS കോളേജിലെ ABVP SFA സംഘർഷത്തിൽ SFA പ്രവർത്തകരെ ആക്രമിച്ചെന്ന കേസിൽ പിടിയിലായത് സുധീ സദൻ ഉൾപ്പെടെ 2 പേർ. കോഴിക്കോട് നഗരത്തിൽ സ്കൂട്ടറുകളിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനം. അപകടകരമായ രീതിയിൽ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. 3 യുവാക്കളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് മോട്ടോർ വാഹന വകുപ്പ്. സെഞ്ചുറിയൻ ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 163 റൺസിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡ്. 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് ആദ്യ വിക്കറ്റ് നഷ്ടം. സമസ്ത നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവിന് മറുപടിയുമായി മന്ത്രി V അബ്ദുറഹ്മാൻ. കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ തകർക്കുന്ന തരത്തിലാരും പ്രസ്താവന നടത്തുന്നത് ശരിയല്ലെന്ന് മന്ത്രി ആവർത്തിച്ചു. ഇനിയിപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു.